ഗുഡ് മോർണിംഗ്. മോർണിംഗ് സുജിത്തെ, ഒന്ന് വിളിക്കായിരുന്നില്ലേ? ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അത് സാരമില്ലടേ, 4 ദിവസമായിട്ട് ഫുള്ള് ഓട്ടോ അല്ലായിരുന്നോ? ഇത് കഴിഞ്ഞൊരു ഉറക്കമുണ്ടെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞേ? ഉറക്കത്തിന് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നിന്നെ തട്ടിയപ്പോഴേക്കും നീ സൈലന്റ് ആയി. ICSC സ്കൂൾ ജില്ലാ അത്ലറ്റിക് മീറ്റ് വിവേകാനന്ദ HSS ചാമ്പ്യന്മാർ. ദേ പടവുണ്ട്. നിന്റെ കമ്മലവിടെ? ഇതിപ്പോ എത്രാമത്തെ ആണോ? അതെ, ഇപ്രാവശ്യം കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ചമയവിളക്ക് എടുക്കണം. അമ്പലത്തിലെ ചമയവിളക്ക് എടുത്താ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. പെണ്ണ് കിട്ടാണ്ട് നമ്മുടെ കൊച്ചേട്ടൻ എന്തോ ഒരു ഓടിയതാ. വിളക്കെടുത്ത് 2ാമത്തെ മാസം കല്യാണവും കഴിഞ്ഞു, 1 വർഷത്തിനുള്ളിൽ കുട്ടിയായി. എന്താ അതിശയം? കിട്ടിയോ? ബെസ്റ്റ്. അമ്മേ, പെൺവേഷത്തിൽ ഞാൻ നിന്നേക്കാൾ സുന്ദരിയായിരിക്കും. വീട് സുജിത്തെ, കുളിച്ചിട്ട് പോലുമില്ല. ഓ, ഇതാരാ? കെവിനെ. അതെ, ഞാൻ ഇറങ്ങി. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണം, 1 മിനിറ്റ്. താനൊന്ന് പോകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണ് വിളിച്ചാൽ മതി, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ അല്ലേ? ഞാൻ ഇറങ്ങി. വെയിറ്റ് ചെയ്യും. അതെ, ആ റെന്റ് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാബുണ്ണം വരുമ്പോ കൊടുക്കണം കേട്ടോ. ശരി. അയ്യോ, താക്കോല്. ഓക്കെ, ബൈ. ബൈ.
പോട്ടെ. ആ അളിയ ആ മലനടയിൽ ഒരു യുനാനി വൈദ്യന്റെ കാര്യം ഒരുത്തം പറഞ്ഞു. നീ ഒന്ന് പോയി നോക്കുന്നു. എന്റെ അളിയ അതൊക്കെ ഫുൾ ഉടായിപ്പാ. എടാ അല്ലടാ, അവിടെ പോയവർക്കൊക്കെ റിസൾട്ട് ഉണ്ട്, ഒറിജിനലാ. എടാ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, വെയിറ്റ് ചെയ്യാൻ. ബെസ്റ്റ്. അവസാനം കാത്തിരുന്ന് പുഴ വലിഞ്ഞ് കടവഴിഞ്ഞൊന്നും പറയരുത്. എടാ വർഷം 4 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ നീ? ഉമ്മ ഇരിക്കവിനെ അല്ല തന്നെ ചെവിതലയില്ല. ഹലോ ആരുടെ അത്? പുതിയ അഡ്മിഷനാ. എവിടുന്ന്? കോട്ടയംകാരിയാ, സിംഗിളാ. ഓ സാറേ ഇവിടെ നീതു എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ? എവിടെയാ? അല്ല നീതൊന്ന് മാത്രം പറഞ്ഞാ സാറേ. ആ ചാത്തന്നൂര് കേസിലെ പെൺകുട്ടി. ഓ അത് സി ബ്ലോക്കിലാ സാറേ. അതെവിടെയാ? എടാ നീ ഒന്ന് ഞാൻ കാണിക്കാം. സി ബ്ലോക്കിൽ 3rd ഫ്ലോറിൽ ഐസിയുടെ റൈറ്റ് സൈഡിലും മുറി. നീ എന്തിനാ പേടിക്കുന്ന? പത്രക്കാരും മീഡിയ എല്ലാം നിനക്കൊപ്പം ഉണ്ടല്ലോ, പിന്നെന്തിനു പേടിക്കുന്നു? അണ്ണൻ ധൈര്യമായിട്ടിരിക്കുന്നത്. എല്ലാരും ഒന്ന് ഉള്ളിൽ പോയേ. ശരിടാ, ഞങ്ങൾ പുറത്തേക്കാം. എന്നാ ശരി. മോളെ എല്ലാം ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകും. FIR വായിക്കടോ. സർ വായിക്കാൻ. കൊല്ലം ചാത്തന്നൂരിൽ ജ്യോതി അപ്പാർട്ട്മെന്റ്സിലെ 7ാം നിലയിൽ ഫ്ലാറ്റ് നമ്പർ 702 താമസം രാമചന്ദ്രയുടെയും പത്മയുടെയും 10 വയസ്സുള്ള മകൾ നീതു. ചാത്തന്നൂർ അകത്തേക്കരയിൽ സീതാറിലെ പടിഞ്ഞാറേത്തറയിൽ താമസക്കാരനും ബിൽഡിംഗ് സൂപ്പർവൈസറുമായ മാധവൻ അയ്യർ 55 വയസ്സിനെതിരെ ബോധിപ്പിക്കുന്ന പരാതി. 1/3/2022 വൈകുന്നേരം 4 മണിക്ക് നീത്തുവിനെ ജനറേറ്റർ റൂമിലേക്ക് വിളിച്ചു വരുത്തി തീയാൻ കുട്ടിയുമായി ചങ്ങാതം സ്ഥാപിക്കുകയുമുണ്ടായി. നീല ഫ്രോക്കായിരുന്നു കുട്ടി ധരിച്ചിരുന്നത്. ചാരുകസേരയിൽ ഇരുന്ന് കുട്ടിയെ മടിയിൽ ഇരുത്തി തീയാൻ കുട്ടിയുടെ ഉടുപ്പിനുള്ളിലേക്ക് കൈ കടത്തി കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ സ്പർശിച്ചു. കുട്ടി ആ നേരത്തെ എതിർപ്പ് കാണിച്ചിരുന്നില്ല. അതിനുശേഷം കുട്ടിയെ കൊണ്ട് തന്റെ പാൻസിന്റെ സിബ് അഴിപ്പിച്ച് അതേ പാൻസിന്റെ ഇതാ ഞാൻ പറഞ്ഞു, ഇത് കേസായാൽ നിങ്ങളുടെ കൊച്ചിന്റെ ജീവിതമാ പോവുക. കോടതിയുടെ വിസ്താരം, പോലീസിന്റെ വിസ്താരം, പിന്നെ നാട്ടുകാരുടെ വക വേറെയും. നിങ്ങളെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തു പറയുന്നു? കൊച്ചല്ലേ, നമുക്ക് സാറ് പറയുമ്പോൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒഴിവാവല്ലേ? സദാശിവ, ഇവരുടെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. മക്കള് കൊച്ചുകുട്ടിയല്ലേ, വലുതാവുമ്പോ എല്ലാം മറന്നോളൂ. അങ്കിള് കോമ്പൻസേഷൻ വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ? താനീ വന്നേ. സാർ സാർ ഇല്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. ചേട്ടാ ബാഡ്മിന്റൺ കോർട്ടിന്റെ കീ തരാമോ? ആ ടീച്ചറോ? ടീച്ചറൊന്നല്ലേ ലോക്ക് ചെയ്യാതെ പോയത്, ഞാനാ ലോക്ക് ചെയ്തത്. ഇന്നലെ എന്ത് പറ്റി? ആകെ ഒരു വല്ലായികയായിരുന്നല്ലോ. ചേട്ടൻ കണ്ടായിരുന്നോ? ഞാനാ ഗേറ്റ് തുറന്നു വന്നത്. ശരി.
ദേവികേ, കൊള്ളാം കേട്ടോ. 4 ദിവസം സ്പോർട്സ് മീറ്റിൽ ചത്ത് നിന്നതല്ലേ നീ? എന്നിട്ട് നീ എഴുന്നേറ്റ് വന്നല്ലോ. നിന്നെ സമ്മതിക്കണം ദേവികേ. നിനക്ക് ഓഫ് എടുത്ത് വീട്ടിലിരുന്നൂടായിരുന്നോ? ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരാഴ്ചക്ക് ഈ ഏരിയ വരില്ലായിരുന്നു. ബമ്പറടിച്ചല്ലോ മോളെ. ഇത്തവണ നിന്റെ 12 കുട്ടികൾക്ക് സ്റ്റേറ്റ് മീറ്റിന് സെലക്ഷൻ ഉണ്ടല്ലേ? എല്ലാം നിന്റെ ഒറ്റൊരാളുടെ എഫേർട്ടാ. ഇത്തവണത്തെ ബെസ്റ്റ് ടീച്ചർ ഓഫ് ദ ഇയർ ഇയാള് തന്നെ. ഞാൻ കുറെ ആഗ്രഹിച്ചതാ, പക്ഷെ ഭാഗ്യമില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തോ ഒരു വല്ലായക. പിന്നെ നീ എന്തിനാ വന്നേ? കമ്മിറ്റ്മെന്റോ? ട്രാക്ക്, ഷട്ടില്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, നീ നിന്റെ കമ്മിറ്റ്മെന്റ്സും കെട്ടിപ്പിടിച്ച് നടന്നോ. ഞാനും വിജയണ്ണനും മോളും കൂടെ മറ്റന്നാ ഒരു ട്രിപ്പ് പോവാ, ജഡായു പാറയ്ക്ക്. നീ വരുന്നോ? ഇല്ല, ഞങ്ങൾ തുരുത്തിലോട്ടാ. ഓ അത് പറ. ആ മലയിൽ മയങ്ങിക്കിടന്ന പെണ്ണാ. ഇപ്പതേ ചെളിയും കായലും എപ്പം മുങ്ങിയാ മതിയെന്ന് ചോദിക്കണ ആ തുരുത്തും മതി. അവളും അവളുടെ ഒരു കല്യാണി ചേച്ചി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെയും പേടി അതായിരുന്നു. പക്ഷെ കല്യാണിയമ്മയും മൺറോ തുരുത്തും വേറൊരു ഫീലാ. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. വേണ്ടായേ. ആളെത്തിയല്ലോ. ടീച്ചറേ, സുഖല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു. സുഹൃത്തൊന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. ഇവളുടെ ഒപ്പം പിടിച്ചിരിക്കണ്ട ടീച്ചറേ. വേണം വേണം. എത്ര ദിവസം ഉണ്ട് ലീവ്? ലീവ് 2 ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് എഴുതി കൊടുത്തതാ. സൂപ്രണ്ട് കനിഞ്ഞ രക്ഷപ്പെട്ട്. വിജയണ്ണ വരത്തില്ലേ? വരുന്നാ പറഞ്ഞേ. അയ്യോ, നിക്കാനൊന്നും പറഞ്ഞേക്കല്ലേ. അവിടെ തുരുത്തിൽ സമരം നടക്കുക. ചെന്നില്ലേ മോശ. ഓ കല്യാണി ചേച്ചിയുടെ വിപ്ലവം. നടക്കട്ടെ നടക്കട്ടെ. ശരിക്കും പ്രിയപ്പെട്ട നാട്ടുകാരെ, തുരുത്ത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാം തുടരുന്ന പ്രതിഷേധം ഇന്നു മുതൽ അതിന്റെ സുപ്രധാനമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ഇത് വെറും ഒരു സമരമല്ല, അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് വർഗസമരത്തിന്റെ ചെങ്ങനൽ വഴികളിൽ ഉശിരോടെ നിലയുറപ്പിച്ച സഖാവ് പാറ്റൻ കല്യാണിയാണ്. 1980-ൽ തുരുത്തിൽ പോലീസ് നരനായാട്ട് നടത്തിയപ്പോൾ പാറ്റൻ ടാങ്ക് പോലെ ഉറച്ചു നിന്ന കല്യാണി ചേച്ചി, അനശ്വര രക്തസാക്ഷി സഖാവ് പെരിങ്ങാലൻ രാഘവന്റെ സഹധർമ്മിണിയും നമ്മുടെ എല്ലാ സമരോർജവുമായ കല്യാണി ചേച്ചിയെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മഹാദുരന്തത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ചതുപ്പിൽ ശ്വാസം കിട്ടാതെ പിടയുമ്പോഴാണ് മനുഷ്യർ പോരാട്ടങ്ങളിലേക്ക് ഉണരുന്നത്. ഇവിടെയും അത് സംഭവിക്കുക. അനിയന്ത്രിതമായ മണലെടുപ്പും അധികാരവർഗത്തിന്റെ തെറ്റായ വികസന നയങ്ങളും നമ്മുടെ തുരുത്തിനെ സർവനാശത്തിലേക്ക് തള്ളിവിട്ടിരിക്കുക. ഇങ്ങനെ പോയാൽ 4 വശത്തു നിന്നും കടൽ കയറി നമ്മുടെ തുരുത്ത് ഇല്ലാതാവും. കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ നമ്മുടെ നാട് എന്നേക്കുമായി മാഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ തുരുത്ത് ഇനി നമുക്ക് നഷ്ടമാവരുത്, നഷ്ടപ്പെടാൻ സമ്മതിക്കരുത്. ഈ മണ്ണിൽ തന്നെ നമ്മൾ ജീവിക്കും. തൊണ്ട് തല്ലുന്നതിന്റെയും കയറ് വിരിക്കുന്നതിന്റെയും താളം നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജലഭീതിയില്ലാതെ, ആശങ്കയില്ലാതെ ഉറങ്ങാനും ഉണരാനും കഴിയണം. അതിനായി നമ്മൾ പ്രതികരിക്കണം. അധികാരത്തിന്റെ AC മുറികളിൽ മയങ്ങിക്കിടക്കുന്നവരെ നമ്മുടെ ശബ്ദം തട്ടി ഉണർത്തണം. ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്, അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇവിടെ നമ്മൾ തോൽക്കരുത്. അധികാരത്തിന്റെ അടിച്ചമർത്തലിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, വീണുപോയേക്കാം. പക്ഷെ ഒരു നാൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമ്മുടെ വർഗ സമരം വിജയിക്കും. നമ്മുടെ ഇൻക്ലാബ് വിളികളിൽ
വിപ്ലവത്തിന്റെ വസന്തകാലം വരും. അതിനായി സഖാക്കളെ ശിരസുയർത്തി മുഷ്ട ചുരുട്ടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് മുന്നോട്ട്. എന്തായടി? മോളെ കൺഗ്രാചുലേഷൻസ്. എത്ര കാലായി. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. നീ സുഹൃത്തിനെ വിളിച്ചോ? എടി വിളിക്കടി, അവൻ എത്ര സന്തോഷമാവും. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട. നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അത് നമ്മളെ വിട്ടതല്ലേ. മറക്കാൻ ഞാൻ ശ്രമിച്ചതാ ഗീതു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്റെ തലയ്ക്ക് ഓളാണ്. നീ പോയി വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണും. സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് ഓരോന്ന് ആലോചിച്ചു. എങ്ങനെ സന്തോഷിക്കാനാ? എന്റെ ഉള്ളു കിടന്ന് ഉരുകാണ്. എന്തൊരു സമാധാനത്തോടെ ജീവിച്ചിരുന്നതാ ഞാൻ. പക്ഷെ എന്താ ഇത്? എനിക്കിത് ക്ലിയർ ചെയ്യണം ഗീതു. ഓക്കെ, മനസ്സിലായി. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഡേയ്, നട്ടപ്പാതിലേക്ക് എന്തോ ഈ പരിപാടി? ദാ ഫോൺ സെറ്റ് ചെയ്യുക. ആ, അതേതായാലും നന്നായി. മേടിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, നീ കിടക്കുന്നില്ലേ? സുഹൃത്ത് കിടന്നോ? ഞാനിതൊന്ന് നോക്കട്ടെ. ശരി. അല്ല, ആയോ? ഇല്ല. ഇല്ലേ? ചെക്ക് ചെയ്തായിരുന്നോ? ശേ, ഒന്ന് ചെക്ക് ചെയ്യേ. ഇത്ര ഒന്നും ലേറ്റ് ആവാറില്ലല്ലോ. സ്ട്രെസ് വലിച്ചിലൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ട് ലേറ്റ് ആവുന്നതായിരിക്കും. എനിക്ക് നല്ല ഹോപ്പുണ്ട്. നീ ആ ഫോളിക് ആസിഡിന്റെ ഗുളിക കഴിക്കാൻ മറക്കണ്ട കേട്ടാ. ദേവിക, മതി, വന്ന് കിടക്ക്. നീ പറഞ്ഞത് കറക്റ്റാ. അന്ന് 2 ആഴ്ച CCTV ശരിയാക്കിയിട്ടില്ലായിരുന്നു.
സെർവർ കംപ്ലൈൻ്റ് ആണ്, ഒന്നും കിട്ടത്തില്ല. വിവേകാനന്ദ സ്കൂളിൽ സോഷ്യൽ പഠിപ്പിക്കുന്ന ആനി മിസ് വിജയ് അണ്ണൻ്റെ ഫ്രണ്ടാ. ഇത് അവരെടുത്തു തന്നതാ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എടോ, ഞാൻ നോക്കിയിട്ട് ഇതിൽ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും കണ്ടില്ല. നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പോൾ 1 മാസം കഴിഞ്ഞില്ലേ, ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ വരേണ്ട സമയമായില്ലേ. നീ വെറുതെ ആലോചിച്ച് കൂട്ടണ്ട, ഒന്നും ഉണ്ടാവില്ല. ഇത് നീ ഒരു സമാധാനത്തിന് വെച്ചോ. ഞാനിപ്പോ വരാം. പറഞ്ഞോളൂ. എടാ, വീട്ടിലിരുന്നെങ്ങാനും അടിച്ചു എന്ന് അറിഞ്ഞാൽ അവളെന്നെ കൊല്ലും. ഹേ, നാണല്ലേ അളിയാ പെണ്ണുങ്ങളെ പേടിച്ചിരിക്കാൻ. ഡാ, കുടുംബം എന്ന് പറയുന്നത് ഒരു പാർലമെന്റാ. നമ്മൾ ആണുങ്ങളായിരിക്കണം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, മനസ്സിലായോ? ഓ എടാ, നമ്മൾ വരയ്ക്കുന്ന വരയുടെ അപ്പുറത്തേക്ക് അവർ പോകാൻ പാടില്ല. നീല അവളോടെ എന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ പറ. വല്ല അല്പമുണ്ടോ? ഇല്ല. നിനക്കത് പറയാം, പക്ഷേ എനിക്ക് അവളെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ലടാ. അയ്യോ, 4:30 നീ ഇത് പെട്ടെന്ന് ഫിനിഷ് ചെയ്തേ, അവള് പോരും. ഓ, പൊക്കോളാളിയാ, ചൂടാവാതെ. രമ്യ നേഴ്സാ? നീ ഇതപ്പോ അവള് വന്നിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ. നീ പോയി സിഗരറ്റ് എടുത്തോണ്ടേ. നീ ഒരു ജപ്പാൻ തന്നെ. ഹലോ, ആ പറവത്തെ ആ 10 മണി കഴിഞ്ഞ് വിളിച്ചോ? സിഗരറ്റ് എവിടെ വെച്ച്? വർക്ക്ഷോപ്പ് ഫെസിലിറ്റി കെയർ, ഇതെപ്പോഴത്തെ റിപ്പോർട്ടാ? എടാ, വെള്ളം. ഓ, നോക്കടാ, നോക്ക് ഇപ്പൊ എങ്ങനുണ്ട് മോനെ? മുത്തേ. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ട് ഇത് പറ്റൂന്ന്. കൺഗ്രാജുലേഷൻസ്. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല. ഇല്ലേ? അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പറയുന്നേ. ഇതൊന്ന് കിടന്നേ, എനിക്ക് തലവേദനിക്കുന്നു. ശരി. ഗുഡ് നൈറ്റ്.
ചാടി ചാടി നിക്കടാ. ഇതാ പിടി. അടി. എടാ നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം. വാ. എത്ര പോയിന്റ് എത്ര? 3.9. എനിക്ക് 9. നിനക്ക്? ശരി. സുജിത്തെ, ആ ഞാൻ നാളെ വീട്ടിൽ പോവാ. എന്തോത്തിന്? അമ്മയ്ക്ക് പനിയാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പനിയോ? ഞാനിവിടെ വരാം. ഇല്ല വേണ്ട, ഡ്യൂട്ടി ഉള്ളതല്ലേ. ഡ്യൂട്ടി ഉള്ളത് എന്താ കുഴപ്പം? ഞാൻ ഇല്ല, നാളെ ഞാൻ ലീവ് പോയിട്ട് എടുക്കാന്നേ. പെട്ടെന്ന് വരാം. എന്തായി സുഹിതേട്ടാ? ഹലോ ചേച്ചി. ധന്യ, ഞാൻ നാളെ വൈകുന്നേരം അങ്ങെത്തും. ആണോ? അടിപൊളി. വേഗം വായോ. അമ്മേ, ദേ ചേച്ചി വരുന്നുണ്ടെന്ന്. അണ്ണനും ഉണ്ടോ ചേച്ചി? ഇല്ലടി, ഞാൻ ഒറ്റയ്ക്കാം. ആ എന്താ അണ്ണൻ വരാത്തെ? ഞാൻ വന്നിട്ട് പറയാം. ഇവിടെ എന്തെങ്കിലും വാങ്ങണോ? ആ എന്താ ചേച്ചി, വാങ്ങാൻ വല്ല വിശേഷം ഉണ്ടോ? ചുമ്മാ. ഹലോ ഹലോ. കട്ട. അതവിടെ സ്ഥല സ്വഭാവമല്ലേ. എത്രയായി? 100. സന്ദീപിന്റെ വീടല്ലേ? അഖിലിന്റെ അനിയനല്ലേ? ആ, സന്ദീപ് ഉണ്ടോ? അവൻ ഇവിടെ എവിടോ. ഡാ നത്തോലി ഡാ. ഉള്ളിലാന്ന് തോന്നുന്നു. വാ, ഞാനിപ്പോ വരാടാ. ആ സുംസേച്ചി. ഡാ സന്ദീപ് എന്തിടാ? അവിടെ എവിടെയെങ്കിലും കാണും. ഡാ നത്തോലി ഡാ. ഡേ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആ എനിക്കറിയില്ല. ചേട്ടാ 2 ഗ്ലാസ്. ടീച്ചറാ? അയ്യോ ടീച്ചറെ പറ്റി എന്താ വന്നൂടെ? അയ്യോ അങ്ങനെയല്ല, ഞാനിതൊട്ടും അല്ല എക്സ്പെക്ട് ചെയ്തില്ല. എന്റെ ക്ലാസ്മേറ്റ് സ്റ്റെഫിയുടെ വീട് ഇവിടെ അടുത്താ. ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോഴാ മനസ്സിലായ സന്ദീപിന്റെ വീട് ഇവിടെയാണ്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് സോ വിചാരിച്ചു. ഹാപ്പി ടീച്ചറെ. ജ്യൂസ് കൂടി വേണ്ട. ആണോ? ഡാ റോഷ, ഇതെല്ലാവർക്കും കൊടുത്തേ. ഓക്കേ. എവിടെ? ടീച്ചർ ആരെയാ നോക്കുന്നത്? ഫ്രണ്ട്സ് ഒക്കെ എവിടെ? ഓ അവന്മാരുടെ കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ. വന്നാ വന്നു. ടീച്ചറിന് അണ്ണനെ കാണണ്ടേ? ആ ബാ. ഇല്ലടാ പന്നത്തായളി. എടാ നീ ആരുടെ വായി നോക്കാൻ പോയിരുന്ന ഇതുവരെ? എടാ മോട്ടർ നന്നാക്കാൻ ആള് വന്നിരിക്കുന്നടാ. ചെല്ലടാ അങ്ങോട്ട്, ചെല്ലടാ. ഓ എന്റെ പൊന്നെ, ഓ കഷ്ടം തന്നെ. ടീച്ചറെ ഒരു മിനിറ്റ്, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ അകത്തേരി അണ്ണനെ കാണും. ഞാനിപ്പോ വരാം. അല്ല സന്ദീപ്, ഞാൻ നല്ലോണം ഫ്ലൈറ്റ് ആയിക്കോട്ടെ. അല്ല ഒന്നുകൂടെ. ഓക്കെ റൈറ്റി. നൈസ്. ആ അത് നൈറ്റ് അടിപ്പിക്കണോ? വേണ്ട. എവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഒരു മിനിറ്റ് വാ. ആ രണ്ടുപേരും കൂടെ ഒന്നും ഇങ്ങോട്ട് നോക്കാം. നീ ലൈറ്റ് കൊടുത്ത് ശരിയായിട്ടില്ല, നേരെ അടിക്കും. എൻ്റെ ഫേസിൽ കിട്ടി. ജ്യൂസ്. ആ വേണ്ട. നീനു നീനു കണ്ടു മികശവാ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനാ.
നമുക്ക് അങ്ങോട്ടൊന്ന് നിൽക്കാമോ? അവിടെ വാ. വാ ഇങ്ങോട്ടെ. ആരാ? മനസ്സിലായില്ല. സന്ദീപിന്റെ ടീച്ചറാ. എവിടുത്തെ ടീച്ചർ? ചവറ. ചവറയോ? ചീനങ്കാവ് സ്കൂളിൽ പഠിക്കുന്ന അവനോടാടി ചവറ ടീച്ചർ ഇരിക്കുന്നേ. അല്ല സന്ദീപിന്റെ. അല്ല സന്ദീപിന്റെ. നിന്റെ ബാഗ് കൊണ്ടെടുക്ക്, നിന്റെ ബാഗ് കൊണ്ടെടുക്ക്. നോക്കണം നോക്കണം, അതിനകത്ത് എന്തുകൊണ്ടേ നോക്ക്. എടി നീ രേണു പറഞ്ഞു വിട്ടിട്ട് വന്നോളല്ലോടി. രേണുവോ? രേണുവോ? രേണു എടാ രേണു പറഞ്ഞു വിട്ടിട്ട് വന്നവനാണ് ബാഗ്. ചേച്ചി ചവറയിലെ സെന്റ് ജൂഡ്സിലെ എനിക്ക് അറിയാവുന്ന ടീച്ചറാ. ചവറാന്നാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. ഓ നാട്ടിൽ എന്തുവാ? എടി ഞാനിപ്പോ എത്തും, ഇറങ്ങാൻ പോവാ. ചേച്ചി ഇത് എവിടെയാ? ഞാൻ എത്ര വട്ടം വിളിച്ചു. ചീരങ്കാവ്. ചീരങ്കാവിലോ? അവിടെ എന്തോ? ചേച്ചി സമയം ഒന്ന് നോക്കിക്കേ. ലേറ്റ് ആവുമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ വന്നിട്ട് പറയാടി. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഇനിയിപ്പോ ബസ് കിട്ടുമോ? ഞാൻ നോക്കിക്കോളാം, നീ ഫോൺ വെക്കേ. സോറി ടീച്ചറെ, ഞാൻ രേണു പറഞ്ഞു വിട്ട ആളാന്നാ വിചാരിച്ചത്. രേണു എന്താ സംഭവം? അതെ ടീച്ചറെ, സന്ദീപിന്റെ അണ്ണനും രേണു ഇഷ്ടത്തിലായിരുന്നു. അവര് കുടുംബക്കാരായിട്ട് പിഴയാ ടീച്ചറെ. താന്ന ജാതിയാ. ഈ ജാതിയാലുള്ളത് തൂത്താ പോകത്തില്ലല്ലോ, അല്ലയോ ടീച്ചറെ? അവനാണെങ്കിൽ നല്ലൊരു ആലോചന വന്നപ്പം അവനങ്ങ് കൈ കൊടുത്തു. അതോടെ രേണു ഔട്ടായി. എൻ്റെ ടീച്ചറെ, രേണു ആരാ മുതലെന്നറിയാമോ? വെട്ടൊന്നും തുണ്ടൻ രണ്ടെന്നുള്ള സ്വഭാവക്കാരിയാ. അവനും വിട്ടുകൊടുത്തില്ല. ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അറിയാവുന്നവർക്കെല്ലാം അവൻ മെസ്സേജ് അയച്ചു. ഞങ്ങൾ കുടുംബക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോഴാ ടീച്ചർ വന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ടീച്ചറിനെ അറിയത്തുമില്ലല്ലോ. എന്നാ ആ മണ്ടനാണെങ്കിൽ പറഞ്ഞതുമില്ല. ഈ രേണു പറഞ്ഞു വിട്ട ആളാന്നാ ഞാൻ വിചാരിച്ചത്. നമുക്കങ്ങനെ വിചാരിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ടീച്ചറെ. ടീച്ചർ പോയില്ലായിരുന്നല്ലേ? ഇല്ല. ചേട്ടൻ എങ്ങനെയുണ്ട്? അണ്ണനൊരു കുഴപ്പമില്ല ടീച്ചറെ. ഈ ഇടത് ചെവിടെ പുറകിൽ ഒരു ചെറിയ പൊള്ളലുണ്ട്. ആസിഡാ, ജസ്റ്റ് മിസ്. പിന്നെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവും. അവളെടുത്ത് അകത്തിട്ട്. ഏത് കൂത്തുച്ചിയുടെ മോളാടാ അത് ചെയ്തത്? മറ്റേ രേണുല്ലേ, അവളുടെ കസിനാ. അവക്കേ നല്ല ആണുങ്ങളെ കിട്ടാത്തതിന്റെ കുത്തിക്കുഴപ്പാ. അയ്യോ ടീച്ചറെ, ഇതൊരുപാട് ലേറ്റ് ആയല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പാ? ഇല്ല വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ പോയിക്കോളാം. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പാ? ടീച്ചർ നാളെ കല്യാണത്തിന് വരത്തില്ലയോ? അയ്യോ പറ്റും തോന്നുന്നില്ല. ആണോ? ഒന്നും വിചാരിക്കില്ല മോളെ, എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാ. സാരില്ല. കൊണ്ടുവിടണ ടീച്ചറിനെ. ഇപ്പൊ സ്ത്രീകൾ എങ്ങനെയാ റിവോൾട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ സന്ദീപ്? ശരിയാ ടീച്ചറെ. ആസിഡ്, പെട്രോൾ ബോംബ്, തോക്ക്, കൊട്ടേഷൻ, റിവെഞ്ച് എടുക്കാൻ എന്തൊക്കെ മെത്തേഡ്സാ ടീച്ചറെ? ടീച്ചറെ ഒരു മിനിറ്റ്. ആണോ? ഓ കാശ് കൊടുക്കാനുണ്ട്. എത്ര എടുക്കണം? ഒരു 10 എടുത്തേര്. ഓ ശരിയാണോ? അന്ന് കുറെ ഫോട്ടോസ് എടുത്തായിരുന്നല്ലേ? ഇതെല്ലാം സന്ദീപിന്റെ ഫേസ്ബുക്കിൽ നിന്ന് സേവ് ചെയ്തതാ. ആ മെമ്മറബിൾ ഡേയ്സ് അല്ലേ ടീച്ചറെ? ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്സാവില്ലേ? എല്ലാവരും നല്ല മൂഡിലായിരുന്നു. എന്തൊരു വൈബായിരുന്നു ടീച്ചറെ. പിന്നെ ടീച്ചറിന് അറിയാലോ, ഇത് 3rd ടൈമാണ് സ്പോർട്സ് മീറ്റിൽ ഞങ്ങളുടെ സ്കൂളിൽ കപ്പടിക്കുന്നത്. ആ കപ്പ് എങ്ങനെ അടിക്കാതിരിക്കും? നീ അടക്കം മത്സരിച്ച എല്ലാവർക്കും വയസ്സ് 19. അതൊക്കെ മാനേജ്മെന്റിന്റെ ഒരു ട്രിക്കല്ലേ ടീച്ചറെ? ഞങ്ങളെ അവർ ക്ലാസ് റൂമിൽ തോൽപ്പിക്കുന്നു, ഞങ്ങൾ അവരെ ഗ്രൗണ്ടിൽ വിജയിപ്പിക്കുന്നു. ഞങ്ങളും കംഫർട്ട്, അവരും കംഫർട്ട്. എന്റെ സ്കൂളിൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണല്ലോ തോറ്റത്.
എവിടെ നിന്റെ ഫ്രണ്ട്സ്? ഇനിയിപ്പോൾ എന്തോന്ന് ഫ്രണ്ട്സ്, സ്കൂളൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാവരും അവരുടെ വഴിക്കായി. എപ്പോഴെങ്കിലും കണ്ടാ കണ്ട്. ആ സുജിത്തെ, ഹലോ, വീട്ടിലെത്തിയോടാ? ഇതാ എത്തുന്നു. അതെന്താ ഇത്ര ലേറ്റ് ആയേ? ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഗീതുവിന്, അതാ. ഓക്കെ, എന്തായാലും എത്തിയിട്ട് മെസ്സേജ് അയക്ക്. ഞാൻ കിടക്കാൻ പോവാം, നാളെ പോകുന്നുണ്ട്. ശരി, ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. സന്ദീപേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ബസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ശരി ടീച്ചറെ. എന്താ വേണ്ടേ? ഒരു ലൈം. സോഡയാണോ വെള്ളമാണോ? വെള്ളം. ടീച്ചറെ, ലാസ്റ്റ് ബസ് പോയിട്ടില്ല. ആണോ? സീറ്റില്ലേ ടീച്ചറെ? ആ, സന്ദീപ് എന്നാ പൊയ്ക്കോ. അപ്പൊ താങ്ക് യു ടീച്ചറെ. ഞാനല്ല താങ്ക്സ് പറയേണ്ടി. മുമ്പോട്ടിരുന്നോ. ഈശ്വര, ഞാൻ സങ്കല്പിച്ചതൊന്നും സംഭവിക്കരുതേ. ഞാൻ ഈ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റായിരിക്കണേ. ഇതെന്റെ ലാസ്റ്റ് ചാൻസായി ഞാൻ കാണുക. അതാവരുതേ ഈശ്വര. എടാ മാർട്ടിനെ, പണി പാളി. എന്തു പറ്റി? 3 തവണ അവൾ ഇതേ കാര്യം ചോദിച്ചോണ്ടിരിക്കുക. അതിന്റെ പിന്നാലെ തന്നെ പുള്ളിക്കാരി. ചുമ്മാ. എനിക്ക് ഉറപ്പാ. ഓക്കെ, അതിന് നീ എന്താ ടെൻഷൻ ആവുന്നത്? നീയൊക്കെ കാണിച്ചു കൂട്ടി ഇതിനകത്ത് പോകാൻ എന്നെ കിട്ടില്ല. അവനെവിടാ? അവൻ കൊച്ചിയില്ല. അപ്പൊ ജോലിക്ക് കയറിയോ? പറ്റില്ല, അവനെ അറിയിക്കണം. എന്തുവാടാ നിനക്കെന്ന് വട്ടായോ? അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? എടാ, അത് റൂഫിനോടാടാ. 24 മണിക്കൂർ അതിന് അതിന്റെ എഫക്റ്റ് ഒക്കെ പോകും. ഒരു ടെസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സെഡേഷൻ കൊടുക്കുന്ന ഡ്രഗ്സാ. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അച്ഛൻ ഫാർമസിസ്റ്റ് ആടാ മൈരെ. പോടാ തായോളി. എന്റെ അണ്ണൻ ആശുപത്രി വരുക. അപ്പോഴാണ് ഈ പുണ്ടാച്ചിമോളുടെ ഊഞ്ഞ തിരുവാതിര. അയ്യേ, അതൊക്കെ ഒരു ചീള് കേസാളിയാ. നമ്മുടെ കയ്യിലാണോ ഫോട്ടോസ്? നമ്മുടെ കയ്യിലാണോ വീഡിയോസ്? പിന്നെ ഒരു ടീച്ചർ വിചാരിച്ച എന്ത് കോപ്പുണ്ടാക്കാനാ? നീ ഒന്ന് ടെൻഷൻ ആവല്ലേ? പുള്ളിക്കാരത്ത് വരുന്നുണ്ടേ. വിളിക്കാം വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ.
ചേച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ചേച്ചിക്കൊന്നും പറ്റിയിട്ടില്ല. ചേച്ചി ആരും ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി സുൽത്താനൻ Hey. Hi, Sujit. ഡോക്ടറെ. How are you? സുഖം സുഖം. One second. എന്താ ഇപ്പൊ ഇങ്ങനൊരു ഡിസിഷൻ പെട്ടെന്ന് അബോർട്ട് ചെയ്യാൻ? അബോർഷനോ? You know she's pregnant, right? അറിയാം. ആക്ച്വലി അറിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവള്. ഞാൻ അവളെ അറിയാതെ കണ്ടതാണ് റിപ്പോർട്ട്. ഞാൻ കരുതി വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി. ഡോക്ടർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അബോർഷനോ? ഒരു 2-3 ദിവസം മുമ്പ് ദേവികയോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അബോർഷൻ എത്ര നാൾ വേണ്ടി വരും എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു സുജിത്ത് അതിനെക്കുറിച്ച് എന്തോ പറയാനാണ്. ഇല്ല ഡോക്ടർ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം? ഞങ്ങൾ തമ്മിൽ എന്തോ സോറി ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. 4 years of long wait, investigations, മരുന്ന്. I think you should talk to her. സംസാരിക്കാം. You must, Sujit. ഈ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി അബോർട്ട് ചെയ്താൽ പ്രത്യേകിച്ച് ദേവികയുടെ ബോഡി കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു പ്രഗ്നൻസി. ഡോക്ടർ. ഓ ഹേ ഹായ് സുഹിത്തെ, ഒന്ന് വെയിറ്റ് ചെയ്യാമോ? എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. ഐ വിൽ സീ യു അറൗണ്ട്. ഓക്കെ ഓക്കെ കം 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 കം. താങ്ക്സ്. അമ്മയും മോളും വാ. വാക്സിനേഷൻ എടുത്തോ? ആഹാ, എടുക്കുകയല്ലോ. ഇപ്പൊ വന്നുള്ളൂ. ആയിക്കോട്ടെ വെച്ചേടാ. എന്നാ ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. വിശ്വട്ടം തിരിച്ചു കൊടുക്കാൻ വെച്ചിരിക്കുന്നതാ.
പൊട്ടത്തില്ല. മോളെ അപ്പ മോളെ 18 വർഷമായി അവൻ പോയിട്ട്. തഞ്ചാവൂരുകാരൻ നിന്റെ അപ്പ. എൻ്റെ ഗുണ. അവനൊരു മുതലായിരുന്നു. എന്നാ പിന്നെ ചേട്ടാ നിങ്ങൾ വിട്ടോ. അബുവിൻ്റെ അടക്കത്തിന് നിന്നെ പ്രതീക്ഷിച്ചു. നിനക്ക് വരായിരുന്നു. ഈ മനസ്സിൽ ദേഷ്യം തോന്നുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മനുഷ്യനെ നശിപ്പിക്കാൻ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? കുറ്റബോധം. അത് നിനക്കുണ്ടാവരുത്. നീ അബുവിൻ്റെ വീട്ടിൽ പോകണം. എന്തായാലും നിങ്ങൾ ഇത്ര അടുത്തറിഞ്ഞവരല്ലേ. ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, പറ. ദേവിക, ദേവിക, ഈ വർഷത്തെ ജില്ലാ സ്പോർട്സ് മീറ്റ് അതിഗംഭീരമായി അതിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജില്ലയിലെ 18 സ്കൂളുകളിലെ 200ഓളം കായിക പ്രതിഭകളാണ് കായിക മേളയുടെ ഭാഗമായത്. ആവേശോജ്വലമായ മത്സരം കാഴ്ചവെച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ചാമ്പ്യന്മാരായ വിവേകാനന്ദ HSSനും റണ്ണേഴ്സ് അപ്പ് ആതിഥേയരായ കൊല്ലം സെന്റ് ജൂഡ്സ് HSSനും പ്രത്യേക അഭിനന്ദനങ്ങൾ. കായികമേളയിൽ പങ്കെടുത്ത മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും അധ്യാപകരും സ്റ്റാഫും എത്രയും പെട്ടെന്ന് സ്കൂളും സ്കൂൾ ഗ്രൗണ്ടും വിട്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. സെക്കൻഡ് ഫ്ലോർ ചെക്ക് ചെയ്തായിരുന്നോ? ഞാനിവിടെ നോക്കി, ഇവിടെ എങ്ങും ആരുമില്ല. ഓ ഗുഡ്. പിന്നെ ജോസ് സാർ താഴെയുണ്ട്. ഓക്കെ. ഇവിടെ എല്ലാം കാലിയാ. ഓക്കെ, എന്നാ ഞാൻ വിട്ടോട്ടെ. ശരി. ടീച്ചർ ഇറങ്ങുന്നില്ലേ? ദാ ഇറങ്ങാൻ പോവാ. ശരി എന്നാ. ആ ഓക്കെ.
എന്തായത്? ഇറങ്ങാറായില്ലേ? ഇറങ്ങുക ടീച്ചറെ. മീറ്റിംഗ് കഴിഞ്ഞ് ട്രോഫിയും കൊടുത്തു, സ്കൂളിൽ നിന്ന് എല്ലാവരും പോയും ചെയ്തു. നിങ്ങൾ എന്തെടുക്കുക? അല്ല മിസ്, ഞങ്ങളിങ്ങനെ മ്യൂസിക് ഒക്കെ ആയിട്ടൊന്ന് ചില്ലായിട്ട് പയ്യനെ ഇറങ്ങാന്ന് വിചാരിച്ചു. ചില്ലൊക്കെ മതി, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. നിങ്ങൾ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. മനസ്സിലായി മിസ്. ആ ബൈ ദ വേ, വെരി വെൽ പ്ലേഡ്, കൺഗ്രാറ്റുലേഷൻസ്. നേരിട്ട് കണ്ടൊരു ഷേക്ക് ഹാൻഡ് തരണമെന്ന് വിചാരിച്ചതാ, സ്റ്റേജിലായിരുന്നു. മിസ് മിസ് കപ്പടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആഹാ, ഐ ലൈക്ക് ദ കോൺഫിഡൻസ്. ഹോമേഡാ മിസ്. താങ്ക് യു. സൂപ്പറാ മിസ്. ആണോ? അപ്പൊ പിന്നെ എല്ലാരും ഇറങ്ങാൻ നോക്ക്. ടീച്ചറെ, സെന്റ് ജൂഡ്സിലെ ടീച്ചറുടെ പിള്ളേര് പൊളിയാ. താങ്ക് യു. മിസ്, മിനിയാന്ന് നടന്ന സംഭവത്തിൽ ഞങ്ങൾക്ക് വല്ല വിഷമമുണ്ട്. സോറി. അത് കുഴപ്പമില്ല. ഗേൾസിനെ ഷോർട്സിലുണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കമന്റ് അടിച്ചത്. അതിനകത്ത് അത്ര വലിയ കുറ്റമാണോ? അതെ, അത് കുറ്റമല്ലേ? ഗേൾസ് ഷോർട്സ് ഇട്ട എന്താ? അതിലൊരു പ്രോബ്ലം ഇല്ല. അതിൽ തെറ്റ് കാണുന്ന കണ്ണുകൾക്കാണ് കുഴപ്പം. സി, അട്രാക്റ്റഡ് ആവാം, ബട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി തെറ്റാകരുത്. അത് വീട് മിസ്സേ. ഓൾ റൈറ്റ്. അപ്പൊ പിന്നെ നിങ്ങൾ പോകാൻ നോക്ക്. ഐ നീഡ് ടു ലീവ്. ഓക്കെ, സി യു. പെട്ടെന്ന് ആയിക്കോട്ടോ. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ ഉദ്ദേശം? ഇന്ന് തന്നെ കളിക്കാണോ? നിങ്ങളല്ലേ നിർത്താൻ പറഞ്ഞത്? സഡൻ എഫക്റ്റ് ആണല്ലോ അളിയാ. ലെവൽ ബിയിലെ ഗായത്രിക്ക് വെച്ചതാ, വീണത് ടീച്ചറായിട്ട്. ഗായത്രി പോലെ കണ്ടാടാ, കിട്ടിയത് പൊളിയായിട്ടല്ലേ. ആ കിടപ്പ് കണ്ടോ? എമാസ്റ്റോൺ തോറ്റു. എന്തോ പണി? ടീച്ചറെ, കെട്ടിവെക്കാൻ നോക്കിയാണല്ലോ വായിട്ടോളാം പട്ടി.
ഞാൻ അപ്പോഴേ പറഞ്ഞോ അവളെ ഇങ്ങനെ കയറൂരി വിടരുതെന്ന്. സ്പോർട്സ് എന്ന് പറഞ്ഞ് കണ്ടെടുത്തവരൊക്കെ തന്നെ നടന്നിട്ട് ഇപ്പൊ എന്തായി? പണി കിട്ടിയ? നിന്റെ കഴിവ് കേടാ, അല്ലാതെ തന്നെ. എടാ സംഗതി സീരിയസാ, റേപ്പാണ്. അതും പിള്ളേര്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? നീ വിശ്വസിച്ചോ കേട്ടപ്പോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ പോയിട്ട് ചൂടാവാൻ നിൽക്കണ്ട. പ്രഗ്നൻസി പീരീഡാ. മനസ്സെപ്പോഴാണ് തെറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡിപ്രഷന്റെ പുറത്ത് അവളെങ്ങാനും കയറി വല്ലതും ചെയ്താൽ നിന്റെ തലയിലിരിക്കും. മനസ്സിലായോ? ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നാ നീ പറയണേ? നാട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് അങ്ങ് അബോർട്ട് ചെയ്ത് കളഞ്ഞേരെ. അതാ സേഫ്. ആ വേറൊന്നും ആലോചിക്കാനില്ല. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഞാനോ? താങ്ങാൻ പറ്റുള്ളടാ. ഏറ്റല്ലോ. ഏറ്റന്നേ, നീ വന്നേ. ദേവികേ, ദേവികേ, അമ്മ എപ്പോ വന്നു? ഉച്ചയ്ക്ക്. അല്ല അറിഞ്ഞില്ല. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ആ കെവിനെ, ആ ചായ എടുക്കട്ടെ? ആവാം. കടുപ്പം കൂട്ടി, മധുരം കൂട്ടി, വെള്ളം കുറച്ചൊരെണ്ണം എടുത്തു. ഉണ്ടാക്കി വെച്ചത് കുടിച്ചാ പോരെ മോനെ? മതി, ഞാൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണമ്മേ. അല്ല അമ്മ അമ്മ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാം. എന്തിനാ? വന്നേ പറയാം. വാ, നമുക്ക് പുറത്തേക്ക് വെക്കാം. എനിക്ക് ചായ വേണ്ട കേട്ടോ. ആലീസും കൊച്ചൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? അവൾക്ക് ഈ മെയ്യില് 3 ആവും. 3 വയസ്സായല്ലേ? പിന്നെ എത്ര പെട്ടെന്നാ വർഷങ്ങളൊക്കെ കടന്നു പോണേ. ഞാനൊരച്ഛനായെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ദേവികേ, സംഭവം ഞാൻ അറിഞ്ഞു. സുഹിത്തനോടെല്ലാം പറഞ്ഞു. നിന്റെ ഭാഗത്താ തെറ്റ്. നീ കുറച്ചുകൂടെ കെയർഫുൾ ആവേണ്ടതായിരുന്നു. പണ്ടത്തെ കാലമല്ല, പിള്ളേരെന്താ എപ്പോഴാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? അവനെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ നിനക്കത്ര ഫ്രീഡം തരാൻ പാടില്ലായിരുന്നു. ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഇനി നമുക്ക് കൂടുതൽ സംഭവിക്കാൻ നോക്കാം, അല്ലേ? എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട് ദേവികെ. നമുക്കത് വർക്കൗട്ട് ചെയ്യാടോ. ആരും അറിയില്ല. അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിൻ്റെ അന്തസ്സാണല്ലോ പ്രധാനം. മാത്രമല്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാ. എണീക്കടോ. അല്ല, ഞാൻ പറഞ്ഞു വന്ന്. ഇറങ്ങ് പുറത്ത്. ദേവിക, ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്ത്. പ്രിവെൻഷൻ. നിക്ക് നിക്ക് അമ്മേ, പോലെ പ്ലീസ് പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. എന്തു പറ്റി? കെവിൻ എന്തേ? കെവിനെ എന്താ മോളെ? ജിഷ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? സുഹിതനടുത്ത്
എടാ കോപ്പേ, ഇനി മേലെ നിന്റെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കില്ല, നീയായി നിന്റെ കെട്ടുകളായി പറഞ്ഞു മനസ്സിലായല്ലോ. അവളോട് ചോദിക്കടാ. ഓ എന്റെ പൊന്നളിയോ, എങ്ങനെ സഹിക്കുന്നടാ ഇതിനൊക്കെ. സമ്മതിക്കണം നിന്നെ. ചേട്ടാ ഒരു ലിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടാ? ടൗണിലേക്ക്. ഞാൻ ഈ ജംഗ്ഷൻ വരെ ആ കുഴപ്പമില്ല ചേട്ടാ. എന്താണെങ്കിലും പോടാ. ഉപദേശിക്കാൻ ഇനി ആളയക്കുന്നുണ്ടെങ്കിൽ പറയണം. എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവാനാ. നീയാണ് എൻ്റെ കെട്ടിയോൻ, കെവിനല്ല. അതോർത്താ നിനക്ക് നല്ലത്. ദേവിക, ഞാനത് അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ സുജിത്തെ. എടാ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോൾ അവനോട് പറഞ്ഞതാ. ഇമോഷൻ? എനിക്കൊന്നുമില്ലല്ലോ ഇമോഷൻ. ശരി, ഞാനിപ്പോൾ എന്താ വേണ്ടേ? എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യണം. നാളെ എൻ്റെ കൂടെ സ്റ്റേഷനിൽ വരണം. പറ്റത്തില്ലേ? എന്താ വാ പറയാം. എന്താ കാര്യം? നീ വന്നേ. കൈവിട്. എന്താ? നമുക്കിത് വേണ്ട, നമുക്ക് പോവാം. എടാ, നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. ഓക്കെ, നമുക്കിത് മറക്കാൻ എവിടെയെങ്കിലും പോയി സെറ്റിലായി പോരെ. ഇത് കളഞ്ഞാ പോരെ. നീ എന്തുവായി പറയുന്നേ? നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? നമുക്കതിന് വേറെന്തെങ്കിലും ഓപ്ഷൻ നോക്കാന്ന്. പറ്റത്തില്ല സുജിത്തെ, എനിക്ക് കംപ്ലൈന്റ് ചെയ്യണം. നിനക്ക് പോലീസുകാരുടെ സ്വഭാവം അറിയാത്തോണ്ടാണ്. ഈ നാറികൾ ഇതെല്ലാം കുളവാക്കത്തേ ഉള്ളൂ. അവസാനം നീ സ്വയിഷ്ടത്തിന് ഇറങ്ങി പോയതാണെന്ന് ഒരാൾ പറയും. റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനെ നോക്കി ഇറങ്ങി ഓടിക്കൂടാന്ന് ചോദിച്ച കോടതിയുള്ള നാടാണിത്. അവസാനം നിയമത്തിന്റെ വഴിക്കോ നമ്മളൊരു വഴിക്കാവും. ഒന്ന് പറയണ കേക്ക് പ്ലീസ്. നീ ധന്യയുടെ കാര്യം ആലോചിച്ച് നോക്ക്. ഇത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അവളുടെ കല്യാണം നടക്കൂ? പറ. എടാ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ദേവികേ, ദേവികേ, ദേവികേ. ഹലോ പറയടാ. എടാ, നീ പറഞ്ഞ വർക്കായി. അവള് വീണു. അടിപൊളിയല്ലേ? കേട്ടോ, ചിലവുണ്ട് കേട്ടോ. ഓക്കെ. നീതിയൊന്നും ഒരിടത്തും കിട്ടത്തില്ല വെച്ചേ. ഞാനൊക്കെ എന്തോരം അനുഭവിച്ചതാ. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് പോകുന്നതിന് തെറ്റൊന്നുമില്ല. എല്ലാവർക്കും ഓരോരുടേതായ ശരികളുണ്ടല്ലോ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായാൽ ആരും കൂടെ ഉണ്ടാവത്തില്ല. ലാത്തിക്ക് ഗർഭം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കല്യാണിക്ക് കൊച്ചുങ്ങളേറെ ഉണ്ടായേനെ. എന്നിട്ട് ഞാൻ തോറ്റ. ആക്രമിക്കപ്പെട്ടപ്പോൾ ഉശിര് കൂടിയുള്ളൂ എനിക്ക്. തോൽക്കണമെങ്കിൽ പച്ചോല കെട്ടി കുഴി വെക്കണം ഈ കല്യാണി.
നീ എൻ്റെ മോളാ. നിന്റെ തീരുമാനം നീ ചെയ്യടി കൊച്ചേ. ദേവിക, 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 അമ്മേ, അവളെന്തേ? അവളവളുടെ വഴിക്ക് പോയി. എങ്ങോട്ട്? ഞാൻ അവളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എന്തോന്നിന്? അമ്മ ഇവിടെ നടക്കുന്നതല്ല അമ്മ അറിയുന്നുണ്ടോ? അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയേ? ഞാൻ ഇതുവരെ ഒരു വിഷമവും കാണിച്ചിട്ടില്ല കേട്ടോ. കുട്ടികളുണ്ടാകത്തന്നെ എന്തോരം കുത്തുവാക്കിയാൻ കേട്ടു, എന്തോരം ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോ എനിക്ക് മടുത്തമ്മേ. അവൾ എന്നോടെല്ലാം പറഞ്ഞു. അമ്മ, കാര്യത്തിന്റെ സീരിയസ്നെസ് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. നാട്ടുകാരറിഞ്ഞ എന്ത് വിചാരിക്കും? നാട്ടുകാരെ പേടിച്ച് ജീവിക്കുന്നെല്ലാം ഭേദം ചാവുന്നാടാ. അമ്മ എന്തു പറഞ്ഞാലും മാറ്റൂല. എനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. നീ ഒന്നും ചെയ്യണ്ട. വേണ്ട എന്താന്ന് വെച്ചാൽ അവിടെ ചെയ്തോളൂ. എടാ, തൻ്റെ ഇടന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നിനക്കില്ല. അച്ഛൻ പോലും നിന്നോട് പൊറുക്കത്തില്ല. വേണ്ടത്ത പണിക്ക് പോയിട്ടല്ലേ? മരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ഏതോ മൈരന്മാർ അവളോട് ചെയ്താൽ ഒരു തെറ്റ് നിനക്ക് കാണാൻ പറ്റുന്നില്ല. നീ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണോടാ. ഇനി എന്നെ കാണാനെന്ന് പറഞ്ഞ തുരുത്തിലേക്ക് കാല് വെച്ചേക്കരുത്. ഞാൻ കൊണ്ടുവിടാം. വന്നത് തനിച്ചാണെങ്കിൽ കല്യാണിക്ക് പോകാനും അറിയാം. അമ്മേ, ഇവിടെ കൂടെ. ഹലോ. ഹലോ, നീ എവിടെയാ? ഫോൺ എൻ്റെ കയ്യില്ല. അവളെ ഓപ്പറേഷൻ കയറ്റി. അത് നന്നായി. ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട. വേണ്ടേ? അതെങ്ങനെ ശരിയാവും? അതങ്ങനെയാ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെന്നാ മതി. ഓക്കെ. സുജിത്തേ, ഫ്രീ ആയിട്ടൊരു ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞേ കേട്ടു. ആരാ പറഞ്ഞേ? കെവിനാണോ? ഞാൻ പറഞ്ഞ എന്താടാ?
അവൾ ഉണ്ടാക്കാൻ പോയതാണോ? അവൾ ഉണ്ടാക്കാൻ പോയതാണോ? കൂടെ നടന്ന് ചതിക്കുമായിരുന്നവളാ പട്ടി. ഹലോ. അജ്മലെ, രാവിലെ തന്നെ ഭയങ്കര പഠിത്തമാണല്ലോ. നെക്സ്റ്റ് വീക്ക് ഒരു ബാങ്ക് എക്സാം ഉണ്ട്. ചേച്ചി എന്ത് ചെയ്യും? വേണ്ട, അവിടെ ഉണ്ട്. അജ്മലെ, ചേച്ചി 3-4 തവണ നാട്ടിൽ വന്നിട്ടും വീട്ടിലേക്ക് വന്നില്ലല്ലോ. ചേച്ചിക്ക് ഉപ്പയോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? ഉപ്പ അറിഞ്ഞുകൊണ്ട് തെറ്റിന്റെ വഴി പോയിട്ടില്ല ചേച്ചി. ഉപ്പയുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടിയായിരുന്നു. വടക്ക് നിന്നൊരു ഗ്യാങ് ഉസ്മാനിക്കയുടെ മകനെ തീർക്കാൻ ഇറങ്ങിയപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയത് എൻ്റെ ഉപ്പ. പിന്നെ ഊരി വരാൻ കഴിഞ്ഞില്ല. വെട്ടിൻ്റെയും കുത്തിൻ്റെയും വഴിയിലേക്ക് വീണുപോയത് എൻ്റെ ഉപ്പ. എല്ലാവരുടെയും മാസ്റ്റർ എൻ്റെ ഉപ്പ. ആക്സിഡന്റിൽ മരിച്ചു പോയതല്ല ചേച്ചി, കൊന്നതാ. ചേച്ചി പേടിച്ചത് അറം പറ്റി, താങ്ങാൻ പറ്റിയില്ല ചേച്ചി. കണക്ക് തീർക്കണമെന്നുണ്ടായിരുന്നു, ഉമ്മ വിട്ടില്ല. എൻ്റെ ഉപ്പ പാവമായിരുന്നു ചേച്ചി. ഉപ്പയ്ക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു. ഇത് ചേച്ചിക്ക് തിരിച്ചു തരണമെന്ന് ഉപ്പ എപ്പോഴും പറയുമായിരുന്നു. ചേച്ചി ഇത് മേടിക്കണം, ഉപ്പയ്ക്ക് സന്തോഷമാകും. പ്ലീസ് ചേച്ചി. ഉമ്മ പറഞ്ഞതാ ശരി. നീ ചെറുപ്പമാ, തെറ്റിക്കാൻ ആളുകൾ അവസരങ്ങൾ എവിടെ ഉണ്ടാവും. നീ ശ്രദ്ധിക്കണം. ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വരണം, ഉമ്മയ്ക്ക് കാണണമെന്നുണ്ട്. പോട്ടെ. ചേച്ചി, സുഹിത്തെണ്ണം കുറേ വിളിച്ചു, ഞാൻ കട്ട് ചെയ്തു. ഇപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കുറേ കോളുകൾ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ ചേട്ടാ. സിസ്റ്ററെ, ആള് കൊച്ചിയിലുണ്ട്. എപ്പോ വരും? നാളെ. നവീൻ, മിസ് എന്താ ഇവിടെ? പ്രൈവറ്റ് ടീച്ചേഴ്സിന്റെ ഒരു ക്യാമ്പ് ഉണ്ട് 4 ദിവസത്തെ എടപ്പള്ളിയിൽ. ഓ, അടിപൊളി. കൊച്ചി എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഓ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഹരിബറി. കൊച്ചി പൊള്ളിയാണ്, മിസ്സിനെ അറിയാത്തോണ്ട് ആയിരിക്കാം. നിനക്ക് കൊച്ചി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് ചുള്ളനായിട്ടുണ്ടല്ലോ. മിസ് സ്റ്റേ എവിടാ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, പാലാരിവട്ടം. ഓ, അതിൻ്റെ അടുത്ത് എൻ്റെ ഹോസ്റ്റൽ. ആഹാ, എന്നാ നിന്റെ നമ്പർ താടാ, ഫ്രീ ആകുമ്പോൾ മീറ്റ് ചെയ്യാം. മിസ്സിൻ്റെ നമ്പറാ, ഞാൻ അങ്ങോട്ട് മിസ് കോൾ അടിക്കാം. ഓക്കെ, 9995176776.
702. ഓ മിസ്, അർജൻറ്റായിട്ട് എനിക്കൊരു ഓർഡർ കൊടുക്കാനുണ്ട്. ഞാൻ മിസ്സിനെ വിളിക്കാം. ആ നവീൻ, ആ ഇനി പോയിക്കോ. ബൈ. സിസ്റ്ററെ, എല്ലാം സെറ്റല്ലേ? അതെ ഏട്ടാ, അതവൻ തന്നെയാ. എനിക്കങ്ങനെ തെറ്റാറില്ല. ഇനി കളി എൻ്റെ ഗ്രൗണ്ടില്ല, അവൻ്റെ കാര്യം ഞാനേറ്റു. ഒരു സെക്കൻഡ് സാറേ, ഞാൻ അവരോടൊരു നിന്നെ കൊണ്ട് ഞാൻ പോകും. ശരി, ഞാൻ എന്നാലും വൈകിട്ട് വീട്ടിൽ കാണാം. ഓക്കെ, ശരിയാണ്. അവിടെ നിന്ന് ബോബി ഉണ്ടായിരുന്നു, പുതിയ വണ്ടി. പിന്നെ നേരെ പടത്തിന് വരും. ടിക്കറ്റിന് ഇല്ലായിരുന്നു, പിന്നെ തള്ളി കയറി അത്. ഹായ് ഹായ്. നീനാന്നില്ലേ? ഏയ് ഇല്ലടാ, അവള് വന്നു. അല്ലെങ്കിൽ അവളെ നിനക്കറിയാന്നല്ലേ സീനെ കാര്യം. ഞാനിങ്ങനെ വിളിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞേ. ഇനി നിന്റെ കളി. പ്രീതിയുടെ ഡ്രസ്സിലുണ്ട്. കുറച്ചു നേരം വന്നിട്ട് കട്ടക്കലിപ്പിലാണെന്ന് തോന്നണേ. നീ വേഗം വിട്ടോ ആ കളി. നവീൻ, നമ്മുടെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചേ പറ്റൂ. ഡാഡി വന്നിട്ടുണ്ട് ദുബായിന്ന്. നമ്മളെല്ലാം തീരുമാനിച്ചല്ലേ. ഡാഡി വരുന്നു, നീ പോകുന്നു. ഡിഗ്രി അവിടെ ചെയ്യാന്നാ ഡാഡി പറയുന്നത്. അപ്പോൾ ഇനി എന്താ തീരുമാനിക്കാൻ? എനിക്കെന്തോ ഇത് വർക്കൗട്ട് ആവും തോന്നിയിരുന്നു. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ? നിനക്കെന്നാ തോന്നുന്നത്? നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോട്ടെ. നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. സിസ്റ്റർ, സിസ്റ്റർ പറയണേക്ക്. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? നിങ്ങൾക്കത് സിമ്പിൾ ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. സിസ്റ്റർക്ക് അറിയാൻ പാടില്ല. എന്നിട്ടാ ഒരു പോലീസുകാരൻ ഒരിക്കൽ തല വെച്ച് കൊടുത്താൽ പിന്നെ ഊരി പറയാൻ വലിയ പാടാ. കൈയെടുക്കടോ. അയ്യോ സിസ്റ്റർ, ഞാൻ ആ ടൈപ്പല്ല. വുമൻസ് എൻ്റെ ലിസ്റ്റിലേ ഇല്ല. പെരുമൺ ട്രെയിൻ അവിടത്തിൽപ്പെട്ടാണ് എൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ചത്. അതിനുശേഷം ഒരു വഴി കാണിച്ചു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. തെളിഞ്ഞ വഴിയൊക്കെ ഞാനങ്ങ് പോവായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ശരികൾ ഞാൻ ചെയ്തത് കല്യാണി ചേച്ചി പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ കല്യാണി ചേച്ചി പറഞ്ഞു വിട്ട ഒരാളാണ് നിങ്ങൾ. ഈ വീട്
കല്യാണി ചേച്ചിയുടെ ഫ്രണ്ട് മാത്യു സാറിൻ്റെ. അന്ന് ഈ മാത്യു സാറിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിക്ക് വന്ന. പിന്നെ ഇവിടെ അങ്ങനെ ആയിപ്പോയി. നക്സൽ വിപ്ലവം നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാത്യു സാറ് തൂങ്ങി മരിച്ചു. സാറെപ്പോഴും പറയും വി ആർ ലൂസേഴ്സ്. ആര് തോറ്റ് ജയിച്ചു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനൊരു തോറ്റ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇൻട്രസ്റ്റ് വേറെയാണ്. അപ്പം നിങ്ങൾ സേഫാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കല്യാണി ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ചാൽ കല്യാണി ചേച്ചി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതാണ്. ഞാനേ തരിപ്പായിപ്പോയി. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. യു ആർ സേഫ്. ഗുഡ് നൈറ്റ്. നാളത്തെ കാര്യം അതെനിക്ക് വിട്ടു. ഹലോ, എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു. എടോ, എനിക്കൊന്ന് കാണണം. കണ്ടിട്ട് എന്തിനാ സുജിത്തെ? അല്ല, 3 ആഴ്ചയായില്ലേ നീ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട്? നമുക്കൊന്ന് സംസാരിക്കണ്ടേ? ഹലോ ഹലോ, കട്ടാക്കല്ലേ പ്ലീസ്. എടോ, ഐ എം സോറി. എനിക്ക് ആ സമയത്ത് നിനക്കെന്നെ അറിയാലോ. ഞാൻ വിളിക്കാം സുജിത്തെ. എന്താ? പെണ്ണുമ്പിള്ളയാണല്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ 12 വർഷമായി. അത് ഞാൻ ഇന്നേ വരെ എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉണ്ടല്ലോ പിള്ളേർ, അതൊരാശ്വാസം. മോൻ നന്നായി വരും. പോരെ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇന്ന് എന്തായാലും ചെറിയൊരു ഡിലേ ഉണ്ട് സിസ്റ്റർ വിട്ടോ, ഞാൻ എത്തിക്കോളാം. അല്ല ചേട്ടാ, ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? നെഗറ്റീവ് അടിക്കാതെ സിസ്റ്ററെ, ചെറിയ ചെക്കനല്ലേ, ധൈര്യമായിട്ട് വെക്കോ, ഞാൻ എത്തിക്കോളാം. ഞാനെത്തും. ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിക്കണ പോണ. അമ്മേ, അമ്മേ, ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു. അവള് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി അമ്മ കൂടി ഒന്ന് വിളിച്ചു പറ. അമ്മ പറഞ്ഞ അവള് കേൾക്കും.
അമ്മയൊന്നും മനസ്സിലാക്കമ്മേ. എനിക്ക് അവളില്ലാണ്ട് പറ്റുന്നില്ലെന്നേ. ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് എനിക്കറിയാം. ഒന്ന് കേക്ക്, നിങ്ങളും തന്നെ മനസ്സിലാക്കാത്ത. ആ ഗീതു, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുക ദേവികെ. ഞാൻ കൊച്ചിയിലാ. നീ ഇത് എന്തോന്നിനുള്ള പുറപ്പെടാന്ന് എനിക്ക് അറിയത്തില്ല. വന്നിട്ട് പറയാം. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ വിളിക്കാം. നവീൻ ബ്രോഡാണല്ലേ? വാ, റൂം കാണിച്ചു തരാം. പോയിട്ട് അടുത്ത ആഴ്ച വരാം കേട്ടോ. ഇവിടെ നിന്ന് ബസ് കിട്ടുമോ? ബസ് കിട്ടുമെന്നേ. അതൊക്കെ ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചേ. വാ, പേടിച്ചു പോയാ? വാ, നമ്മുടെ സ്ഥലം തന്നെ. വാ. ബീന, കഴിഞ്ഞ വൈകിട്ട് 6 മണിക്കൊരു ബുക്കിംഗ് ഉണ്ടേ. ആ, ഹാപ്പി അല്ലേ? ഇതാണ് റൂം. എന്തേലും ഉണ്ട് എന്നെ വിളിക്കണേ. സൗകര്യങ്ങൾ ഇച്ചിരി കുറവാ, എന്നാലും ഓയനേക്കാളും സേഫാ. എനിക്കൊന്ന് ഫ്രഷനപ്പ് ആവണം. വാഷ്റൂം അവിടെ. ഓക്കെ. നവീൻ,
നിന്റെ കുത്തിക്കഴപ്പാടി. ആ സബ്ജക്റ്റ് അവൾ അന്നേ വിട്ടതാ. മിസ് എന്താ വിചാരിച്ചേ? ഇവനോട് ഒറ്റയ്ക്ക് വന്നിട്ട് നമുക്കും പഠിപ്പിക്കാറിയാ ടീച്ചറാ. മതി മതി, ടീച്ചറിനോട് കാര്യം പറയാം. ഇതേ ടീച്ചറെ, സാധനം അവൻ്റെ കയ്യില്ല, അത് ഞങ്ങളിപ്പോൾ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം ടീച്ചറിന് ടീച്ചറിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇതാ മാർട്ടിനെ, ഇതാണ് മാറ്റർ. ക്ലൈമാക്സ് മാത്രമേ കിട്ടിയുള്ളൂ, ടൈം ഉണ്ടായിരുന്നില്ല അല്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ പിന്നെ ഇത് വല്ല എക്സ് വീഡിയോസിലോ എക്സാംസ്റ്ററിലോ പോണപ്പിലോ ഇട്ടാണ്ടല്ലോ, തടയണത് ലക്ഷങ്ങളാ. ഡൊമൈൻ മാറ്റിയാ ആർക്കും ട്രേസ് ചെയ്യാനും പറ്റില്ല. തന്നെ ഇതേ ടീച്ചറെ, ഡിലീറ്റ് ചെയ്തു. ഇനി മെമ്മറി കാർഡ് ഇത് ടീച്ചർ കയ്യിൽ വെച്ചോ. അപ്പം എല്ലാം ഓക്കെ അല്ലേ? പിന്നെ ഇനി ഈ വഴിക്ക് ടീച്ചറിനെ കണ്ടേക്കരുത്. അപ്പൊ എങ്ങനെ ടീച്ചറെ, വിടുവല്ലേ? ഇറങ്ങിപ്പോടി മയിലേ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? ഒന്നില്ലെങ്കിൽ എന്നെ കുറച്ച് മൂപ്പിച്ചതല്ല. വിട്. മാട്ടിനെ ഒന്ന് പറഞ്ഞേ. എടാ അത് വീട് പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കടാ. പിന്നെ അല്ല, നീ പൊളിക്കടാ. നീ അവിടെ പോയി നില്ലടാ ഉണ്ണേ. പോരട്ടെ. നിനക്കെന്താ വയറ്? അവൻ പൊളിച്ചടാ. ഇറങ്ങി പോടി പുണ്ടാച്ചു മോളെ. എടീ എല്ലാവരുടെയും മാസ്റ്റർ എൻ്റെ ഉപ്പ. വടക്കു നിന്നൊരു ഗ്യാങ് ഉസ്മാനിക്കയുടെ മകനെ തീർക്കാൻ ഇറങ്ങിയപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയത് എൻ്റെ ഉപ്പ. വെട്ടിൻ്റെയും കുത്തിൻ്റെയും വഴിയിലേക്ക് വീണുപോയത്. ചേച്ചി പേടിച്ചത് അറം പറ്റി. ആക്സിഡന്റിൽ മരിച്ചു പോയതല്ലേ ചേച്ചി, കൊന്നതാ.
ക്ലാസ് കഴിഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നീ വിട്ടോ? ആ വന്നേ ചോദിക്കട്ടെ, വേണമെങ്കല്ലേ. എന്ത് സംശയം എന്ത് വിഷമമുണ്ടെങ്കിലും മനുഷ്യനോട് പറയാം കേട്ടോ. മനസ്സിലായോ? പോലീസ് തന്നെയാടാ. മനസ്സിലായോ? മണിച്ചേട്ടാ, തീർത്തോ? നിങ്ങളെ ഞാൻ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ എനിക്ക് സ്റ്റുഡൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വൈകുന്നേരം എനിക്ക് പലതും നഷ്ടമായി. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമെന്ന് തീരുമാനിച്ച നിമിഷം നിങ്ങളുടെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. എനിക്കിപ്പോൾ പേടിയില്ല. പക്ഷേ നിങ്ങൾ ഇനി പേടിക്കും. മരിക്കും വരെ ഈ പാഠം നിങ്ങൾ മറക്കില്ല. ഇത് നിങ്ങൾക്കുള്ള ശിക്ഷ. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഞാൻ തരുന്ന ഭിക്ഷ. അത് ഞാൻ കാണും. ഇതെൻ്റെ വാക്ക്, ഒരു ടീച്ചറുടെ വാക്ക്. വാ പറയാം. ഇനി തീരുമാനം നിന്റെ.
നീ ഒത്തിരി മാറിപ്പോയി സുജിത്തെ. നിനക്കത് മനസ്സിലാവത്തില്ല. എടോ, ഇനി അങ്ങനെ ആവില്ല, ഞാൻ ഉറപ്പ് തരാം. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നീ എൻ്റെ കൂടെ നിന്നില്ല സുജിത്തെ. മനസ്സിലായി. ആരുടെയും നിഴല് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. അത് ഞാൻ പഠിച്ചു. എനിക്കൊരു ചാൻസ് കൂടെ തന്നൂടെ പ്ലീസ്? ചില തീരുമാനങ്ങൾ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കും, പ്രതീക്ഷയെ വളർത്തും. അതെല്ലാവരും അംഗീകരിച്ചെന്ന് വരില്ല, പക്ഷേ ആ പ്രതീക്ഷയാവാ ഇനി എന്നെ നിലനിർത്തുന്നത്. സുജിത്തെ, ഞാൻ ആ പ്രതീക്ഷയില്ല. ഞാൻ അബോട്ട് ചെയ്തില്ല. Hey.